അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഏതാ ഉണ്ട്. ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോണാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന്റെ വാർത്ത നിങ്ങളെല്ലാവരും കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ 2 കാലില് മന്തുള്ളവനാണ് 1 കാലില് മന്തുള്ളവനെ കുറ്റം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പം ഇവിടെ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു വിഷയം വന്നതോട് കൂടിയിട്ട് എനിക്ക് ആ ഒരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഈ വ്യക്തി പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കാണിക്കുന്നതൊക്കെ വെറും നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു വിഷയം വന്ന സമയത്ത് ഈ പുള്ളിയുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യമേ ഇവിടെ ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സ്വന്തമായിട്ട് പെർഫെക്റ്റ് ആകുക, അതിനുശേഷം നമ്മൾ ബാക്കിയുള്ളവരെ കുറ്റം പറയാനായിട്ട് പോവുക. എന്തായാലും സംഭവം എന്താണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്ന് ചുരുക്കി പറയാം. ഈ ഗണേഷ് കുമാറിൻ്റെ വൈഫ് ഇവരുടെ കുടുംബ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പോകുന്ന സമയത്ത് ഗണേഷ് കുമാറിനെ അവിടെ വെച്ചിട്ട് വളരെ മോശ സാഹചര്യത്തിൽ കാണാനായിട്ട് ഇടയായി. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതം പിടിച്ചു, അത്രയേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കണ്ട സമയത്ത് പുള്ളിക്കാരത്തി മൊബൈലിൽ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവർ ഫോൺ പിടിച്ച് പറിക്കാൻ നോക്കി. പുള്ളിക്കാരത്തി 112 വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ പോലീസുകാരിൽ നിന്നും വേണ്ട രീതിയിലുള്ള ഇടപെടലോ കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. കാര്യം എന്താ? ഗണേഷ് കുമാറിൻ്റെ ഇൻഫ്ലുവൻസ് തന്നെയാണ്. ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു സ്ത്രീകളുമായിട്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആദ്യ ഭാര്യയായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ വേറെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു. സോഷ്യൽ മീഡിയയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാൻ അടി കിട്ടിയ ഫോട്ടോസൊക്കെ ഓരോ മനുഷ്യരൊക്കെ എടുത്ത് വെച്ച് ഷെയർ ചെയ്യുന്നത്. അപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ വിഷയമൊന്നും അല്ല. ഇത് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ പുള്ളിക്കാരത്തേക്ക് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ പ്രണയത്തെക്കുറിച്ച്, തനിക്കുള്ള പ്രണയത്തെക്കുറിച്ച്, അതിൻ്റെ എണ്ണത്തെക്കുറിച്ചൊക്കെ വാചാലനാകുന്നത് തലക്കെട്ടുകൾക്കിടയിൽ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല, അതീവ ഗുരുതരമാണ് എന്നാണ് ഗണേഷിൻ്റെ ഭാര്യ ബിന്ദു മേനോൻ ആരോപിക്കുന്നത്. ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ഇതിൻ്റെ തെളിവുകൾ ചിത്രങ്ങളായും വീഡിയോയായും തൻ്റെ കയ്യിലുണ്ടെന്നും ഗണേഷിൻ്റെ ഭാര്യ ബിന്ദു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗണേഷിൻ്റെ സന്തത സഹചാരികൾ തടഞ്ഞുവെച്ച് മൊബൈൽ കൈക്കലാക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് സംഭവ സ്ഥലത്തെത്തിയെങ്കിലും ഇടപെടാതെ പിൻവാങ്ങുകയായിരുന്നുവെന്നും ബിന്ദു പറഞ്ഞു. ഇതാദ്യമായാണ് ബിന്ദു മേനോൻ ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കുന്നത്. KG കമലേഷിനോട് ബിന്ദു സംസാരിച്ചു, കേൾക്കാം. ഈ വാർത്തയുടെ തുടക്കം തന്നെ ഗണേഷ് കുമാറിൻ്റെ പ്രണയത്തെ പറ്റിയിട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടോ. അതായത് ഈ ഒരു വിഷയം നടന്നു കഴിഞ്ഞതിന് ശേഷം ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അതിശയപ്പെടുത്തിയത്. ഈ പുള്ളി വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയുവാണ്, എനിക്ക് ഒരുപാട് പ്രണയമുള്ള ഒരു വ്യക്തിയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് പ്രണയം കാണും? ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് പ്രണയം കാണും? പല ആൾക്കാരും അത് മറച്ചു വെച്ചിരിക്കുമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് ഗണേഷ് കുമാർ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും അപാര തൊലിക്കെട്ട് തന്നെ അളിയാ നിങ്ങൾക്ക്. എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് പ്രണയിക്കുക അടിക്കുകയൊക്കെ നിങ്ങൾ ചെയ്തോ, വേണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾ വേറെ പല പരിപാടികളും കാണിച്ചു. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് എന്തിനാണ് ആ ഒരു സ്ത്രീയെ നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? അത് തെറ്റാണോ? എന്തായാലും പുള്ളിക്കാരത്ത് പറയാൻ നമുക്ക് കേൾക്കാം. ശ്രീമതി KB ഗണേഷ് കുമാരൻ, ക്ഷമിക്കണം, മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യ ശ്രീ ബിന്ദു മേനോൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു, ഇന്നലെ മുതൽ ചില അഭ്യൂഹങ്ങൾ, പ്രചാരണങ്ങൾ ഓൺലൈൻ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഒരു KSU നേതാവ് ഒരു പോസ്റ്റ് മുട്ടി. ഇപ്പോൾ മന്ത്രി പറയുന്നത്, എനിക്ക് പ്രണയം മാത്രമാണുള്ളത്, എൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, 112ലേക്ക് വട്ടുള്ളവർക്ക് ആർക്കും വിളിക്കാമല്ലോ എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വാളകത്തെ വീട്ടിൽ എന്താണ് നടന്നത്? താങ്കൾ ശ്രീലേഖയുടെ സഹായം തേടിയെന്ന് പറയുന്നു. ശ്രീലേഖ ആരാണെന്ന് മന്ത്രി ചോദിക്കുന്നു. BJPയുടെ നേതാവല്ലേ, മേയറാകത്തിന്റെ പ്രശ്നമല്ലേ, രാഷ്ട്രീയ മുതലെടുപ്പാണെന്നാണ് പറയുന്നത്. താങ്കൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇപ്പം മന്ത്രിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. Okay. എനിക്ക് വളരെ, ഞാൻ 2014
മാരേജ് കഴിഞ്ഞ് കുറെ വർഷങ്ങളായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ 2019 ഒരു വലിയ പ്രശ്നം ഉണ്ടായപ്പോഴും ലേഖ ചേച്ചിയെ കോൺടാക്ട് ചെയ്തിരുന്നു. എന്റെ കസിൻ ബ്രദർ, അതായത് എന്റെ പപ്പയുടെ സിസ്റ്ററുടെ മോനാണ് ശ്രീലേഖയുടെ ഹസ്ബൻഡ്. അതെ. അപ്പോൾ ഞാൻ 2019 കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് ഇതുപോലൊരു കോംപ്രമൈസിനായിട്ട് ഞങ്ങൾ സംസാരിക്കുകയെല്ലാം ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത് എന്ന് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ കഴിഞ്ഞ എസ്പെഷ്യലി മന്ത്രിയായി കഴിഞ്ഞിട്ട് എനിക്ക് വളരെ വളരെ പ്രശ്നങ്ങളാണ്. അതായത് മന്ത്രിയുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മന്ത്രിയുടെ സ്റ്റാഫ് ആയാലും എല്ലാം എനിക്കെതിരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പവറിന്റെയും പൊസിഷന്റെയും കൂടെയല്ലേ ആൾക്കാർ. സംഭവം കേട്ടല്ലോ, ഇനി ബാക്കിയുണ്ട്, നമുക്ക് എന്തായാലും കേൾക്കാം. പക്ഷെ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഈ പുള്ളിയുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനാണ് ഈ വ്യക്തിയുടെ കൂടെ നിങ്ങളുടെ ജീവിതം ഇത്രയും നാൾ നശിപ്പിച്ചത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾക്ക് ആദ്യകാലത്ത് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നു. പക്ഷെ നിങ്ങളത് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സ്ത്രീകളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സഹിച്ച് എവിടെയും നിൽക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ആർക്കുമില്ല. ഇപ്പം ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് പദവിയുണ്ട്, പിടിപാടുണ്ട്, ഭയങ്കര രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്. ഇതിനപ്പുറം ഒന്നും ഒരിക്കലും ഗണേഷ് കുമാറിന് മറികടക്കാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഗണേഷിൻ്റെ തനി സ്വഭാവം നാട്ടുകാരെല്ലാവരും കണ്ടല്ലോ. എന്തായാലും പുള്ളിക്കാരത്തി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം ആയിട്ട് എടുത്ത് പുറത്തിടുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താമസിക്കാതെ തന്നെ എല്ലാം വെളിയിൽ വരട്ടെ എന്നാണ് ഞാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നിൽക്കുള്ളൂ. സോ ഐ ബീൻ കംപ്ലീറ്റ്ലി അലോൺ. പക്ഷെ ഞാൻ എന്റേതായ ഇതിൽ, കാരണം എനിക്ക് അത്രയും പേടിയാണ്. എനിക്കൊരു വയസ്സായി ഇപ്പോ മെമ്മറി പോലും ഇല്ലാത്ത എന്റെ ഒരു അമ്മ. ഈ മെനഞ്ഞാൻ ദിവസം ഈ വാളകത്ത് കഴിഞ്ഞ ദിവസം, ഇന്നലെ ശനിയാഴ്ചയാണ് തോന്നുന്നു, ശനിയാഴ്ച ശരിക്കും ഞാനിപ്പോ 2 മാസമായിട്ട് ഇതേപോലെ ഇലക്ഷന്റെ സമയത്താണ് ഞാൻ അവിടെ, പഞ്ചായത്ത് ഇലക്ഷന്റെ സമയത്താണ് ഞാൻ ഇടയിൽ വന്നത്. അതിന് മുന്നേയും പ്രശ്നമായിരുന്നു. പല സ്ത്രീകളുടെയും പ്രശ്നം വെച്ച് ഞാൻ വഴക്കൂടും. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെല്ലാം ഞാൻ ആരോട് അവരുടെ സ്റ്റാഫിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. ഞാൻ ആരുടെ വിളിച്ചാൽ നോക്കി അവരുമായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഞാൻ അവരുമായിട്ട് ബന്ധമാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് എന്നെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത്. അപ്പൊ അവിടെ എല്ലാം പറയും ഞാൻ അമേരിക്കയിലേക്ക് ആരുടെ കൂടെ പോയി, ദുബായിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നിർത്തും. സോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് എന്റെ ഫോൺ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ സ്റ്റാഫ് എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കണം. അപ്പൊ വാളകത്തെല്ലാം ഇതെല്ലാം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഞാൻ പല സ്ത്രീകളെയും വിളിച്ച് ഞാൻ കുറെ ഫയർ ചെയ്യലും ഒക്കെ. അപ്പൊ ഇത് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ എന്നെ അതിശയപ്പെടുത്തുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഗണേഷ് എവിടെ പോയി കഴിഞ്ഞാലും, എക്സാമ്പിൾ ഇപ്പോൾ കൊട്ടാരക്കര കുറേ സ്ഥലങ്ങളിൽ ഇതാണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാർ വരുന്നുണ്ട്. അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പുള്ളിക്കാരത്തെയും കൂടെ കാണാം. അപ്പം ഇത്രയും ഒരു പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ വെച്ചിട്ടും ഈ ഗണേഷിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമെന്ന് പറയുന്നതിനകത്തോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യോജിപ്പുണ്ടോ ആ ഒരു വിഷയത്തിൽ? ശരിക്കും പറഞ്ഞാൽ ആദ്യകാലത്തെ നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലുണ്ടല്ലോ ഇത്തരത്തിലൊക്കെയുള്ള വിഷയങ്ങളൊന്നും വരത്തില്ലായിരുന്നു. എന്തായാലും ഗണേഷ് കുമാർ ഇതിനൊക്കെ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, ഭയങ്കര ചിരിച്ച് തമാശ കളിച്ചൊക്കെ. എനിക്ക് ഒരുപാട് പ്രണയങ്ങളുണ്ട്, അത് ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെയുള്ള രീതിയിൽ അവീതം പിടിക്കുമ്പം എല്ലാവരുടെയും ഉള്ളൊരു ന്യായീകരണമാണ്, എനിക്ക് ഒന്നിൽ കൂടുതൽ പ്രണയങ്ങളുണ്ട്, അത് തെറ്റാണോ എന്ന്. എന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പുള്ളിക്കാരൻ്റെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചതെന്ന് ചോദിക്കുമ്പം ഗണേഷ് കുമാറിൻ്റെ വളരെ വിചിത്രമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്. അതായത് എന്തോ വട്ട് മൂക്കുമ്പം ചില ആൾക്കാർ അങ്ങനെയാണ് എന്നൊക്കെ. അങ്ങനെ വട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ എന്തിന് ഇത്രയും നാൾ കൂടെ ജീവിച്ചു? ഒന്നും പറയാനില്ല. നടന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒന്നും ശരിയാവുന്നില്ല. അപ്പൊ സംശയ രോഗമാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ പറയുന്നു, എന്റെ വീട്ടുകാരെ വിളിച്ച് പറയുന്നു. അപ്പൊ ഐ ജസ്റ്റ് വാണ്ടഡ് എ ക്ലോഷർ. ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എനിക്കൊരു ക്ലോഷർ വേണം, പക്ഷെ എനിക്കിത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു തന്നെയാണ് ഞാൻ ആരോടും പറയാതെ അവിടെ പോയി. ഞാൻ വാതിൽ തുറന്നു. ശാന്തൻ എന്ന് പറയുന്ന ഡ്രൈവറായിരുന്നു. ഞാൻ ഉള്ളിലേക്ക് ചാടി ഓടി കയറി ബെഡ്റൂമിൽ പോയി കണ്ടത് എനിക്ക് വട്ടാണോ. ഞാൻ അവിടെ കണ്ടു കഴിഞ്ഞ് അവിടെ ശാന്തൻ ഓടി വന്ന് എന്നെ തടയാനും ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ എനിക്ക് ഐ കനോട്ട് എക്സ്പ്ലെയിൻ ഞാൻ എന്ത് കണ്ടു എന്നുള്ളത്. അത്ര മോശത്തിനെക്കാട്ടും പറഞ്ഞാൽ അറിയാത്ത എന്റെ ഐ ഹാവ് ഓൾ ദ പിക്ചേഴ്സ്. വീഡിയോ അല്ല, ഫോട്ടോസ് എല്ലാം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പോലീസിനെ അല്ല, എനിക്ക് ഐ ലോസ്റ്റ് കൺട്രോൾ. പക്ഷെ ഐ ഡിഡ് നോട്ട് യൂസ് എ ബാഡ് വേർഡ്, ഐ ഡിഡ് നോട്ട് ഫിസിക്കലി അസോൾട്ട് എനിവൺ.
മന്ത്രിയെയോ മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളെയോ ഒന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ബിക്കോസ് മന്ത്രി അത് പിന്നെയും പറയും എനിക്ക് പ്രാന്താണ്, എനിക്ക് സംശയമാണെന്ന് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ശാന്ത അവരെ പിടിക്കുക, അവരുടെ ഫോൺ മാറ്റുക എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹി വാസ് ട്രൈങ് ടു അസോൾട്ട് മീ, ട്രൈ ടു ടേക്ക് സ്നാച്ച് മൈ ഫോൺ. പക്ഷേ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ബിക്കോസ് എനിക്ക് അറിയായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡയൽ നമ്പർ ലേഖ ചേച്ചി ഇട്ടിട്ടാണ് ഞാൻ പോയത്. ഞാൻ ലേഖ ചേച്ചിയോട് പറഞ്ഞു ഇഫ് ഐ നീഡ് എനി ഹെൽപ്പ് യു ഹാവ് ടു പിക്ക് അപ്പ് മൈ കോൾ. അത് അല്ലാതെ ഒരു BJP സ്ഥാനാർത്ഥി ഒന്നും അല്ല. ചേച്ചി എന്റെ ബ്രദറിനെ കല്യാണം കഴിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. സോ അത് വിളിച്ചു. അപ്പൊ ചേച്ചി പറഞ്ഞു ബിന്ദു ഇമ്മീഡിയറ്റ്ലി യു കോൾ കൺട്രോൾ റൂം 112. അങ്ങനെയാണ് ഞാൻ വിളിച്ചത്. ഞാൻ ലേഖ ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് കണ്ടപ്പോൾ അവരെന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഞാൻ ഓടി, ഐ റാൻ ഔട്ട്. പോലീസ് വന്നു കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ നേരത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ എന്റെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. വാതില് എന്റെ കൈ പിടിച്ച് വാതിൽ അടയ്ക്കാനൊക്കെ നോക്കി. ഞാൻ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചു. അത് കഴിഞ്ഞ് പോലീസ് വരുന്നതിന് മുന്നേ തന്നെ ഗണേഷ് കുമാർ ഈ സ്ത്രീയായിട്ട് സ്ത്രീനെ കൊണ്ടുവന്ന കാറിൽ ശാന്തം കയറ്റി ശാന്തം കൊണ്ടുപോയി. ഗണേഷ് കുമാർ ഉള്ളിലേക്ക് ഓടി വാതിലെടുത്തു. എന്തായാലും സംഭവം ഇത്രയാണ് നടന്നത്. ഗണേശിൻ്റെ അവീതം കയ്യോടെ കൂടിയിട്ട് പുള്ളിക്കാരത്ത് പൊക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഗണേശിന് ഇനി ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. അതായത് ഗണേഷ് കുമാറിൻ്റെ സംസാരം നിങ്ങൾ കേൾക്കുമ്പം ഈ പുള്ളിക്കാരത്തെ എങ്ങാണ്ട് എന്തോ തെറ്റിയ രീതിയിലാണ് ഗണേഷ് കുമാർ വന്നിരുന്നത് ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ശരി, നിങ്ങൾ നല്ലൊരു മന്ത്രിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു മന്ത്രിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ പ്രത്യേകിച്ച് ഈ KSRTC ബസ്സുമായിട്ട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്കാരന് ഈ ഇൻഡയറക്റ്റ് PR വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറൊരു സത്യം. പക്ഷെ എന്നാൽ പോലും പുള്ളിക്കാരൻ ചെയ്യുന്ന കുറേ പ്രവൃത്തിയോടെ എനിക്ക് തീർച്ചയായിട്ടും യോജിപ്പുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ലൈഫിൽ വെച്ചിട്ട് എന്തിനാണ് ഈ ബാക്കിയുള്ളവരെയൊക്കെ പോയി ചൊറിയാൻ പോകുന്നത്? എന്തായാലും രാഹുൽ മാങ്കൂട്ടം ഈ ഒരു വിഷയം നല്ല രീതിയിൽ അങ്ങ് ആസ്വദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഗണേഷ് കുമാറിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വെക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഗണേഷ് പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം. അധപ്പതനം എന്നല്ലാതെ എന്ത് പറയാൻ? അന്തസ്സുണ്ടെങ്കിൽ അയാളോട് MLA സ്ഥാനം രാജിവെക്കുമെന്ന് വേണം. ഞങ്ങൾ പുറത്താക്കി, ഇനി അയാൾ ഏത് കയ്യാലെ ചാടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ. അയാളെ പുറത്തു പോകാൻ പറയൂ. ഞങ്ങളുടെ യൂറോപ്പിൽ കിട്ടിയ ഈ MLA സ്ഥാനം രാജിവെക്കൂ എന്ന് പറയാൻ ഒരു തവണ ധൈര്യമില്ലാണ്. എന്തോ ഒരു പേടിയുണ്ട്, എന്തോ ഒരു സാധനം ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത്? അധപ്പതനം എന്താണെന്ന് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്തസ്സുണ്ടെങ്കിൽ ഗണേഷ് കുമാറിന് രാജിവെക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് രാജിവെച്ച് കാണിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതൊക്കെ സത്യം പറഞ്ഞോട്ടല്ലേ, കർമ്മ എന്ന് പറയുന്നൊരു സാധനമാണ്. ഇതൊക്കെ 100% തിരിച്ചടിച്ചിരിക്കും. ഈ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തായാലും അളിയൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചുകൂടി, വട്ടുമൂത്താൻ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ 112ലേക്ക്. പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണോ? ഞാനൊരു നല്ല MLA ആണോ? ഞാൻ പാവങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ? ഞാൻ അഴിമതി നടത്തുന്നുണ്ടോ? ഞാൻ വർഗീയത പ്രചരിപ്പിക്കുന്നു? ഇതൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ പ്രണയങ്ങളെക്കുറിച്ച് വിശദമായി അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഗണേഷ് കുമാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഈ പ്രണയത്തെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഗണേഷ് കുമാറിനെ സമീപിക്കുക. ഗണേഷ് കുമാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിപ്പിച്ചു തരും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പം കുറച്ച് മുന്നേ കണ്ടത്. എന്തായാലും ബാക്കിയോടെ പറ. ഇതെനിക്ക് ഭൂരിപക്ഷം കൂടുതലുണ്ടാക്കി തരും. കാരണം വെച്ചാൽ ഇവനെ ഇനിയും തുടങ്ങിയോ, പഴയതുപോലെ ഇലക്ഷൻ അടുത്തപ്പോൾ ഇവനെതിരെ ഇനിയും തുടങ്ങിയോ എന്നുള്ള ചിന്ത. ഈ നിൽക്കുന്ന സഹോദരിമാർ എനിക്ക് കൂടുതൽ ഞാൻ ഉറപ്പിച്ചു പറയാം. അവർ പറയട്ടെ, അവർ ചോദിച്ചു നോക്ക്. അവരെനിക്ക് വോട്ട് ചെയ്യും. പാവങ്ങളാണ്, ഞാൻ ജയിക്കും. ഭൂരിപക്ഷം ഈ സഹോദരിമാരോട് ഉള്ളിടത്തോളം അങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കില്ല. അത് കൈവച്ചിരുന്നാൽ മതി. അതിന് അവരെ വെറുപ്പിക്കാന്ന് പറഞ്ഞാൽ ഇത്തരം കഥ ഇറക്കുന്നതിൽ കൈവച്ചിരുന്നാൽ മതി. എനിക്ക് അതിലൊന്നൊരു ഈ പുള്ളി ഈ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതായത് ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും എന്നെ വോട്ട് ചെയ്യും, എന്നെ ആൾക്കാർ പിന്നെ മന്ത്രിയാക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാണ് ഇവരെ കൊണ്ട് പിന്നെയും തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ശരിയായിരിക്കും, ഗണേഷ് കുമാർ ഭയങ്കര മന്ത്രിയായിരിക്കും, ഈ പറയുന്ന വലിയ രീതിയിൽ നാട് നന്നാക്കിയിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്നും പറഞ്ഞ് മറ്റൊരു സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ ഇവരൊക്കെ മന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയിലിരുന്നിട്ട് എന്ത് പ്രയോജനമുള്ളത്? എനിക്കിതേ ഉള്ളൂ ചോദിക്കാനായിട്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്ന സമയത്ത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. കാര്യം രാഹുലും ചെയ്ത അത്ര നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് സ്ത്രീകളെ പ്രഗ്നൻ്റ് ആക്കിയിട്ട് അതിൽ കൂടി ആനന്ദം കണ്ടെത്തുന്ന വേറെ ഒരു തരം
സ്വഭാവമുള്ള ഒരു വ്യക്തി. ഞാനിവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വെള്ള പൂശാനൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത്. അയാൾ ചെയ്തതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാമാന്യ ബോധമുള്ളവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര പാടാണ്. ഭയമില്ല. പിന്നെ വ്യക്തിപരമായ കാര്യം, വീട്ടിനകത്തുള്ള കാര്യം മാധ്യമങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങളുടെ എനിക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല, കേരളത്തിലെ ജനതയോട് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്, എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. അത് സോഷ്യൽ മീഡിയയിൽ ഓരോ ഞാൻ മമ്മൂട്ടിയെ വിട്ടോ, മോഹൻലാലിനെ വിട്ടോ, മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പിന്നെ ആണോ പാവപ്പെട്ട എന്നെ? മഹാത്മാഗാന്ധിയെ വിടുന്നില്ല, പാവപ്പെട്ട എന്നെ വിടുവോ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പിടിച്ചുകൂടെ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടായിരുന്ന, ഏറ്റവും നല്ല പ്രണയം ഉണ്ടായിരുന്ന, അത് ആസ്വദിച്ച ഒരു മഹാനായ നേതാവാണ് ജവഹർലാൽ നെഹ്റു. മാധവിക്കുട്ടി, നമ്മുടെ ഇദ്ദേഹം പുണ്യത്തിൽ കുഞ്ഞബ്ദുള്ള, MD വാസുദേവൻ നായർ, ഇവരെല്ലാം പ്രണയത്തെക്കുറിച്ച് പറയുകയും അതിനെപ്പറ്റി ആസ്വദിക്കുകയും ചെയ്തവരാണ്. നിങ്ങളിപ്പോൾ പൊന്നേ, ഇത് ആർക്ക് പറ്റും ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നത് ന്യായീകരിക്കാനായിട്ട്? അതായത് ഈ ഒരു വിഷയത്തിൽ ഗണേഷ് കുമാറിൻ്റെ ഫേസിലൊന്നും യാതൊരുവിധ ചേഞ്ചും ഇല്ല. അതായത് ഒരു ഭയവുമില്ല, എനിക്കൊരു കോപ്പുമില്ല ഇതൊക്കെ പിടിച്ചെന്നും പറഞ്ഞിട്ട്. നിങ്ങളാരും പ്രണയിക്കുന്നില്ല, നിങ്ങൾ ആര്യമായിട്ട് പ്രണയിക്കും, പ്രണയത്തെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വന്ന് പറയാമെന്നും പറഞ്ഞിട്ട് യാതൊരു ഒളുപ്പവും ഇല്ലാതെ വന്നിരുന്നൊരു മന്ത്രി പറയുന്നത് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല എനിക്ക്. ആസ്വദിക്കുന്നില്ലേ? വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് പുറത്തേക്കിട്ട് വലിയ ചർച്ചകൾക്ക് വഴി എന്തിന്? അല്ല, എന്തിനാ ഈ മനസ്സിലാകുന്നില്ല? ഒരാളെ വ്യക്തിപരമായ കാര്യവും രാഷ്ട്രീയം തമ്മിൽ എന്ത് ബന്ധം? ഒരാൾ മദ്യപിക്കുന്നു, രാഷ്ട്രീയ അയാളുടെ സൗകര്യമില്ലയോ? അത് പിന്നെ മറ്റേ ആളെക്കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF. ഈ പുള്ളി പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ടോ? അതായത് ഈ പുള്ളി ഒരു സ്ഥാനത്ത് നിൽക്കുമെന്ന് വെച്ചിട്ട് എന്ത് തോന്നിയവസം കാണിക്കാൻ പറ്റുമോ? ഇവിടെ നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്, അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക. നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത്രിയാണ്, ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ നോർമലായിട്ടുള്ളൊരു വ്യക്തിയാണ്, ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് എന്ന് പറയാം. പക്ഷേ ഇതൊരു മന്ത്രിയായിട്ട് നിൽക്കവേ ഇങ്ങനെയൊക്കെയുള്ളൊരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആൾക്കാർ പ്രതികരിക്കത്തില്ലേ? പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാര്യ വന്ന് നിങ്ങളെ പറ്റി ഇത്രയും വലിയൊരു അലിഗേഷൻ പറയുന്ന സമയത്ത്. പിന്നെ അതിൻ്റെ കൂടെ ഈ പുള്ളി പാർട്ടിയുടെ വിഷയങ്ങൾ കൊണ്ടുവരുവാണ്. അതായത് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുള്ള ഇലക്ഷൻ്റെ കാര്യവും ഈ കാര്യം കൂടെ നിങ്ങൾ എന്തിന് ഇങ്ങനെ അമാൽഗമേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്ക് ഒരാളുടെ പ്രതികരണം നമ്മൾ കേൾക്കണം. രാഹുൽ മാങ്കൂട്ടം. ഗണേഷ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടുണ്ടായിരുന്നല്ലോ, ഇതല്ലേ അധപ്പതനം, അതെന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഈ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇതല്ലേ അധപ്പതനം ഫേസ്ബുക്കിൽ പോസ്റ്റ്. നിങ്ങൾക്കതറിയില്ലേ? നിങ്ങൾക്കറിയില്ലേ? അത് സെലക്റ്റീവ് ആകുന്നതുകൊണ്ടാണോ നിങ്ങൾക്കതറിയാത്തത്? എൻ്റെ ചോദ്യം, കൊട്ടാരക്കര മേഖലയിൽ നിന്ന് 112ലേക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്തേക്ക് പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? പിങ്ക് പോലീസ് എത്തിയിട്ടുണ്ട് എങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു? SP കറക്റ്റ് കാര്യം ഗണേഷ് കുമാർ മന്ത്രി എന്ന് പറയുന്നൊരു സാധനമല്ല നോക്കേണ്ടത്. ഒരു സ്ത്രീ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? പോലീസിനുണ്ട്. പക്ഷേ ഇവിടെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പോലീസിൽ നിന്ന് വേണ്ടത്രയും സഹായമൊന്നും കിട്ടിയില്ല എന്ന്. അതായത് പോലീസ് വന്ന സമയത്ത് ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവറും പിന്നെ പേഴ്സണൽ സ്റ്റാഫൊക്കെ ചെന്ന് ഇത് പേഴ്സണൽ പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല, കുടുംബ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് പോലീസുകാർ തിരിച്ചു പോയെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും എന്തായാലും ഇതാണ് അവസരം മുതലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല രീതിയിൽ രാഹുൽ മാങ്കൂട്ടം അവസരം മുതലെടുക്കുന്നുണ്ട്. കൊടുക്കേണ്ട സാധനം തിരിച്ച് അതേപോലെ കൊടുത്തിട്ടുമുണ്ട്. ഇതിന് ഞാൻ ഒരിക്കലും രാഹുലിനെ ഞാൻ തെറ്റ് പറയത്തില്ല. കാര്യം സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവനെ ചെന്ന് കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ. വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഇത്ര ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളത് ചോദിക്കുന്നില്ല. എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് ഞാനും ചോദിക്കുന്നില്ല. ഇതൊക്കെ പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ചോദ്യങ്ങളാണല്ലോ. ഇപ്പോൾ രാഹുല് അല്ലേ? അറിയാത്തതാണോ? ഇപ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ അറിയുന്നത്? അല്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വാർത്തകൾക്ക് നമുക്കൊരു സെലക്ടിവിറ്റി ഒക്കെ ഉണ്ട് അല്ലേ? ഏതൊക്കെ വാർത്തയാക്കണം, ഏതൊക്കെ വാർത്തയാക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് വാർത്തയാക്കാൻ താല്പര്യം, പിന്നെ ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്നോട് നിങ്ങൾക്കറിയാത്ത എന്തോ ഒരു കാര്യം ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട, നിങ്ങൾക്കും അറിയുന്ന കാര്യം തന്നെയാണത്. ഇപ്പോൾ ഈ PK ശശിയെ ഈ UDF-മായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്.
പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടിയെടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനിയെങ്കിലും ജനങ്ങളത് മനസ്സിലാക്കിക്കോ. ഇവരെല്ലാവരും അങ്ങ് ഭയങ്കര നല്ലവരാണ്, ഇവരെയൊക്കെ കണ്ടിട്ട് സ്വന്തം ജീവിതം ഇൻസ്പയർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയ തോൽവി വേറെ ഒന്നുമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. ഗണേഷ് കുമാറിൻ്റെയൊക്കെ ഒരു തനി സ്വഭാവം എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. കാര്യം സ്വന്തം ഭാര്യയ്ക്ക് വന്ന് ഇല്ലാത്തൊരു എലിഗേഷൻ ഉണ്ടാക്കി പറയേണ്ട ഒരു ആവശ്യമില്ല. അതും പോരാത്ത എനിക്ക് ഗണേഷ് കുമാറിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും എന്നെ ജനങ്ങൾ സംരക്ഷിച്ചോളും, ജനങ്ങൾ എനിക്ക് പിന്നെയും വോട്ട് തരും. ഈ ഒരു വിഷയം വന്നതോടുകൂടെ എനിക്ക് ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവരെയും കൊണ്ട് പിന്നെയും തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് വിഷയങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.